നല്ല അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. പക്ക കറക്റ്റ് നാടൻ കോഴിയാണ്. ചാര മിക്സായിട്ട് വരുന്ന അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ ചാരയിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സെറ്റാക്കി വരുന്നുണ്ട്. അതിലുള്ള അമ്മക്കോഴിയാണ് കേട്ടോ. അപ്പോൾ അമ്മക്കോഴിനെ കൊടുക്കില്ല, കുഞ്ഞുങ്ങളെ ഒരു മാസമായിട്ട് കൊടുക്കണതാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ വെറൈറ്റി കളറുകളിലും കുഞ്ഞുങ്ങളുണ്ട്. എല്ലാം അടയിരുന്ന് വിരിഞ്ഞത് തന്നെയാണ്. ഈ ഒരു കോഴി അടയിരുന്ന് വിരിയിച്ച കുഞ്ഞുങ്ങളാണ്. 13 കുഞ്ഞുങ്ങളുണ്ട്. ഇതിലെല്ലാവരും നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇത് നാടൻ കോഴിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടു വയ്ക്കാൽ അറിയാം. ഈ കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഈ ബോക്സിൽ ഇരുന്ന് തന്നെയാണ് വിരിയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ല, എല്ലാ കളറിലും മിക്സായിട്ട് അടിപൊളിയുണ്ട്. ഒരു നേക്കഡ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളീൻ്റെ കുട്ടികളുണ്ട്, എല്ലാം മിക്സായിട്ടാണുള്ളത്. അപ്പോൾ പല വെറൈറ്റികളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പലതും പല റേറ്റാണ് വരിക. ഇതുപോലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ മോഹവിലയാണ് വരിക. അപ്പോൾ നമുക്ക് തന്നെ കിട്ടുന്നിടത്ത് മോഹവിലയാണ്, അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഈ അമ്മക്കോഴിനെ ഇനി എത്ര മോഹവിലായാലും ആരും വിളിക്കരുത് ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. കുഞ്ഞുങ്ങൾ ഒരു മാസമായിട്ട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കും. എല്ലാ വെറൈറ്റിയിലും ഉണ്ടാവും. കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും കേട്ടോ. സാധാ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ, സാധാ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു പീസിന് ഒരു മാസമായത് 100 രൂപയാണ് വരുന്നത്. നമ്മൾ ലൈനേജ് ഓരോ ഐറ്റംസിൽ ചെയ്യുന്ന സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഡെവോൾഡിൽ തന്നെ 100 രൂപ വരും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അമ്മക്കോഴി ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കുന്ന കോഴിയാണ്. കുഞ്ഞുങ്ങളെ 13 കുഞ്ഞുങ്ങളെ ഉള്ളിൽ ഉഷാറായിട്ട് അമർത്തി നിർത്തുന്നുണ്ട്. ആക്കിയും പരുന്തൊക്കെ പോണ കണ്ടിട്ട് ഇങ്ങനെ നെറ്റാണ് കോഴി. കുഞ്ഞുങ്ങളൊക്കെ നോക്കി അടിപൊളിയാണ്. എല്ലാവരും ഒറിജിനൽ നാടൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പല വെറൈറ്റി കളറുകളിലും നാടൻ കോഴി ഉണ്ട് കേട്ടോ, അമ്മക്കോഴിയായിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എടുക്കണോടത്ത് തന്നെ പറയുന്ന വില കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കണേ. അതായത് മോഹവില എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കും കൊടുക്കാൻ കഴിയുള്ളൂ. അതൊക്കെ അതിൻ്റേതായ റേറ്റ് ഇടും നമ്മൾ, അനുസരിച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അത്രയും ഭംഗിയുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കളർ കോഴി കിട്ടണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇപ്പം ഇനി ഈ വീഡിയോ കണ്ടാൽ തന്നെ ഒരുപാട് ആളുകൾ വിളിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആരും വിളിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ കിട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് ഇറക്കുന്നുണ്ട്. അതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മാതിരി എങ്ങനെയും കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നത്. ഇതല്ലേ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതിയൊന്നും നോക്കി, കറക്റ്റ് നല്ല ഭംഗിയുള്ള കോഴിയാണ്. കുഞ്ഞുങ്ങളൊക്കെ എല്ലാ ഐറ്റംസിലും ഉണ്ട്. ഇതിൽ കുറുങ്കാലി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറുങ്കാലി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നോക്കിയാൽ കാണാം, ഹൈറ്റ് കുറഞ്ഞ കാലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തതിൽ കുറുങ്കാലി കിട്ടീന് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കിട്ടിയവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ആർക്കൊക്കെ കിട്ടിയെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് ഞാൻ കൊടുത്ത ഇത് സെറ്റിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഒരു മാസമായ കുഞ്ഞുങ്ങളതിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വിവരം പറയട്ടോ, അഭിപ്രായമൊക്കെ അറിയിക്കുക അങ്ങനെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ അമ്മക്കോഴി കണ്ടില്ലേ, ഉഷാറായിട്ട് തനി നാടൻ രീതിയിൽ തന്നെയാണ് അവർ നടക്കുന്നത്. മറ്റുള്ള ശത്രുക്കൾ വരുമ്പോഴാണ് അവർ നേരിടാൻ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ ഏത് ലെവലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും, കണ്ണൂർക്ക് കൊടുത്തത് പാപ്പിനശ്ശേരി, അത് 1000 രൂപയായിട്ടാണ് കൊടുത്തത്. പിന്നെ അതേമാതിരി 1500 കൊടുത്തതും ഓരോ ലെവലിൽ ഓരോ റേറ്റാണ് വരിക. അതേപോലെ ചില ആളുകൾ വീഡിയോ വിട്ടുണ്ടാന്ന് പറയുന്നുണ്ട്. ഇന്നും വിളിച്ചിട്ടാണ് തന്നെ പറയുന്നത്, വീഡിയോ നമ്മൾ ഏതെങ്കിലും വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തരേണ്ടി അതാന്നുള്ളത് ഇത് നോക്കിയിട്ടാണ് നമ്മൾ വിട്ടുതരിക. കാരണം ഇപ്പോൾ തന്നെ നിലവിൽ 100ലേറെ ഓർഡർ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ അതിൽ കുറേ ആളുകൾ നമ്മൾ വീഡിയോ വിട്ടെടുക്കുമ്പോൾ ഓക്കെ പറയും, ചില ആളുകൾ പിന്നെ അവർക്ക് പല പ്രശ്നങ്ങൾ പറഞ്ഞ് മാറും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഒരു കാര്യം പറയുകയാണ്, പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ 20 ദിവസമാണല്ലോ അവിടെ വിരിയാൻ, 20-21 ചിലപ്പോൾ 19 തന്നെ നമ്മളിത് വിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഓർഡറിലുള്ള ആളുകളെ വിളിക്കുമ്പോൾ അവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ആദ്യം സെറ്റാക്കി വെച്ച ഓക്കെ ആക്കി വെച്ച ഒരുപാട് ആളുകളുണ്ടാവും. അതിൽ ചില ആളുകൾ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ അത് അടുത്താക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പല പ്രശ്നം വരുന്നതുകൊണ്ട് നമുക്ക് ആദ്യം വീഡിയോ ഇട്ടുതരാൻ പറ്റില്ല, അവിടെ ഇരിക്കണമെന്നും. അപ്പോൾ നമ്മളായി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ വിട്ടുതരും. ഇഷ്ടപ്പെട്ടാൽ ഓക്കെ പറയാം, ഇഷ്ടപ്പെട്ടില്ല വരും പറഞ്ഞാൽ മതി, അടുത്ത നോക്കാം. കാരണം എന്താ വെച്ചാൽ ഓരോ ആളുകളും ഓരോ കളറാണ് ഇഷ്ടപ്പെടുന്നത്.
ചിലർക്ക് പുള്ളി പറ്റണില്ല, ചിലർക്ക് പുള്ളി മാത്രമേ പറ്റുള്ളൂ. പിന്നെ ചിലർക്ക് ലൈനേജ് തന്നെ വേണം, ചിലർക്ക് ലൈനേജ് വേണ്ട. അങ്ങനെ ഓരോരുത്തർ ഓരോന്നിനും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ തനി നാടനാണ് കേട്ടോ. പുള്ളിയായാലും നേക്കഡായാലും ലൈനേജ് ആയാലും എല്ലാം നാടനിൽ വരുന്നതാണ്. എല്ലാ ഐറ്റംസും അടിയിരിക്കുന്നുണ്ടാവുക. നമ്മക്കോഴി ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ കൊണ്ടിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് മിനിയാന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടത്. ഇതിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ച് നല്ല കളർ ഉണ്ടല്ലേ, ലൈനേജിൽ പെട്ട കളറാണ്. അതുപോലെയുള്ള എല്ലാ ഐറ്റംസിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പുള്ളി ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കോയിൻ്റെ കുറച്ചും കൂടി കഴിഞ്ഞാൽ, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒരു മാസമായത് ഇറങ്ങാനുണ്ട്. അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കേട്ടോ. ഓറഞ്ച് പുള്ളി, റെഡ് പുള്ളിയൊന്നും ഇപ്പോൾ നിലവിൽ കൊടുക്കാനുള്ള ആയിട്ടില്ല. എല്ലാവരും അതിലാണ് തരുന്നത്. എപ്പോഴും ഒരേ ലെവലിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ് കുറേ കാലമായിട്ട് ഒരേ ഇതിൽ നിൽക്കുന്നത്. അത് സെറ്റായി വന്ന ഒരു സംഭവം അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഏത് പുള്ളിയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ആവാനുള്ളതുണ്ട്. ഒരു മാസമായ കുഞ്ഞുങ്ങൾ ഇറങ്ങാനുള്ളതുണ്ട്. അപ്പോൾ 10-20 എത്ര വണ്ടി അങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ ലൈനേജും ഉണ്ട്. ലൈനേജ് കുറവാണ്. ലൈനേജൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണതാണ് കേട്ടോ. ലൈനേജ് പുള്ളി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതേമാതിരി വൈറ്റും റെഡും കൂടി വരുന്ന ഐറ്റംസ് ഉണ്ട്. അതൊക്കെ വേറെ സ്റ്റോക്കിലുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുണ്ടല്ലോ നല്ല ഒതുക്കി നിർത്തുന്നുണ്ട്. എത്ര കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുമോ? കണ്ടാൽ തോന്നുന്നു 13 കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നല്ല ആക്റ്റീവായിട്ടുള്ളതാണ്. ഒരു നെക്കാണുള്ളത്. പിന്നെ ഓരോ വെറൈറ്റി കളറിലാണുള്ളത്. ബ്ലാക്കും വൈറ്റും കാണുന്നത് ഏകദേശം ബ്ലാക്ക് മേൽ വൈറ്റ് പുള്ളി വരുന്നതാണ് കേട്ടോ. 2-3 എണ്ണമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ പുല്ല് തിന്നലും നിലത്ത് കൊത്തി നടക്കലൊക്കെയാണ് തനി നാടൻ രീതിയിൽ. ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും കൂടുതൽ ഓർഡർ വരുന്നതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കാനില്ല. കുറച്ച് ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. 2-3 ആഴ്ചയൊക്കെ ചിലപ്പോൾ കാത്തിക്കേണ്ടി വരും. അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ അത്രയും കാത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഓരോ ആയി കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇട്ടുതരും. അപ്പോൾ അത് പറയുമ്പോൾ ചിലർ അറിയണം അപ്പോൾ നിങ്ങൾ അട വെച്ചൊന്നും ഇല്ലയെന്ന്. അപ്പോൾ അട വെച്ച് ഇന്ന് വിരിയുന്നത് ഇപ്പം ആദ്യം 2 ആഴ്ച മുന്നേ ഓർഡർ ചെയ്തവർക്ക് നാളെ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കും. അതിനനുസരിച്ച് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. നമ്മക്കോഴി ഉണ്ടല്ലേ, ശത്രുക്കളെ നേരിടാൻ, കുട്ടികളെ സംരക്ഷിക്കാൻ ഉള്ള പരിപാടിയാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നുണ്ടല്ലേ. അതുപോലെയുള്ള നല്ല കുഞ്ഞുങ്ങളെ നോക്കുന്ന അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പല സ്ഥലത്തും എത്തിന്. ഇപ്പോൾ നാളെ കോട്ടയത്തുള്ള ചേച്ചിയുണ്ട്, ഒരു വീഡിയോ കണ്ടറിയില്ല. ഒരേ പരാതി എന്താ വെച്ചാൽ നല്ല കുത്തുണ്ട് എന്നുള്ളതാണ്. അമ്മക്കോഴി കുഞ്ഞുങ്ങളെ തൊടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അങ്ങനത്താണ് എല്ലാവർക്കും വേണ്ടത്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു സംഗതി അതിൻ്റെ അടുത്തേക്ക് വരില്ല, മാറി കൊത്തും. അമ്മാരി അടിപൊളി കോഴിയാണ്. നെക്കാണ്. ഞാൻ 2 ആഴ്ച മുന്നേറ്റൊരു വീഡിയോ ഇട്ടിനി. ആ കോഴിയാണ്. അപ്പോൾ ഓരോ കോഴിയും ഓരോ ലെവലിലാണ് വരിക. കുഞ്ഞുങ്ങളെ നല്ല ഉഷാറായിട്ട് നോക്കണതന്നെ അധികം ഉണ്ടാവുക. ചില കോഴികൾ പിന്നെ അത്ര കൊത്തൂല. കൊത്താത്ത എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളും മിസ്സായി പോകും പുറത്ത് വിടലാണെങ്കിൽ കേട്ടോ. അതുപോലെയുള്ള സെറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ കോൾ ചെയ്താൽ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ്. ഹൈവേയിൽ ഡെലിവറി ഉണ്ട്. 300 രൂപ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക.